ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ശല്യം, കുരങ്ങന്മാരെ ഭയങ്കര ശല്യം. ആ കാറിന്റെ റിയർ വ്യൂ മിററിന്റെ അവിടെ ഒരു കുരങ്ങിരിപ്പുണ്ട്, കണ്ടാ? കാണാമോ? കണ്ടാ? ഇവിടെ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിൽ എന്തെങ്കിലും കവറോ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ അടിച്ചോണ്ട് പോകും. മുകളിൽ രണ്ടുപേർ ഇരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കൂല ഇതിനെ, പക്ഷെ ഈ ഹാരം മൊത്തം നശിപ്പിച്ചിട്ടൊക്കെയാണ്. ഹാരത്തിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഇത് വലിച്ച് കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ കേറാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു ആശങ്കയിലാണ് വന്നത്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തൊഴാൻ പറ്റി. നല്ല അടിപൊളിയായി തൊഴാൻ പറ്റി. ഇവിടെ ഒരു വലിയ കുളമുണ്ട്. സാധാരണ എല്ലാരും കുളത്തില് ഒന്ന് കാല് നനച്ചിട്ടൊക്കെയാണ് അമ്പലത്തിൽ കയറുന്നത്. പക്ഷെ നമുക്കിന്ന് സമയമില്ലായിരുന്നത് കൊണ്ട് ഇവിടെയാണ് കുളം വരുന്നത്. ഈ റോഡ് ഇച്ചിരി ഇടുങ്ങിയ റോഡാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ പലരും ഫാമിലി ആയിട്ടൊക്കെയാണ് ഈ കട നടത്തുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ഇറങ്ങി റോഡിലോട്ട് ഓടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ച് നമ്മൾ ഹൈവേയിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത നാഗർകോവിൽ, റൈറ്റ് എടുത്ത ട്രിവാൻഡ്രം. ഈ ഒരു വളവിൽ മാത്രമേ ഉള്ളൂ കേട്ടാ നല്ല ടാറിങ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് നല്ല ടാറിങ് ആണ്. ഈ ഒരു വളവിന് വേണ്ടി മാത്രം ടാറിങ്. അയ്യോ, മഴ തുടങ്ങി കേട്ടാ. മഴ നമ്മൾ അനുഗ്രഹിച്ചു സത്യം പറഞ്ഞ. അവിടെ അമ്പലത്തിലെത്തിയ സമയത്ത് എങ്ങനെ മഴ പെയ്തിരുന്നെങ്കിൽ കുടയുമില്ല, പെട്ടുപോയനെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അവിടെ അമ്പലം അടയ്ക്കുവോ? ഈ വഴി പോവാം. പത്മനാഭപുരം പാലസ്. അതെ അതെ അതെ, ഈ കിടക്കുന്ന വഴി താഴോട്ട്. ആ വഴി. നല്ല മഴയായി. പക്ഷേ വിശക്കണ. ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മാർത്താണ്ഡത്ത് പോയി ഫുഡ് കഴിക്കാം. മാർത്താണ്ഡത്തിന് ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ക്ഷമിക്കാൻ പറ്റൂലേ? 10 മിനിറ്റിനകത്ത് മാർത്താണ്ഡത്ത്. നല്ല മഴ. അപ്പൊ മാർത്താണ്ഡത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുതിയ ഹൈവേ കൂടെ തിരിച്ചു പോവാം. നമ്മൾ ഇങ്ങോട്ട് നെയ്യാറ്റിങ്കര, അമരവള, പുതിയംകുളങ്ങര അങ്ങനെയല്ലേ വന്നത്. തിരിച്ച് നമുക്ക് ഇപ്പുറത്തെ മറ്റേ പുതിയ ഹൈവേയിൽ കൂടെ പോവാം. സമാധാനമായിട്ട് കാമായിട്ട് വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചപ്പോ മഴ, ഭയങ്കര മഴ കേട്ടാ. തമിഴ്നാട് ആദ്യമായിട്ടാണ് മഴ കാണുന്നത്. ആക്ച്വലി ഈ സ്ഥലമൊക്കെ പണ്ട് കേരളത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനകത്തുള്ള അതേ ഭൂപ്രകൃതിയാണ്. കറക്റ്റ് പറഞ്ഞ ഈ സഹ്യപർവ്വതത്തിന്റെ അപ്പുറത്തെ സൈഡ് ആണ് തമിഴ്നാടിന്റെ കറക്റ്റ് ഭൂപ്രകൃതി ഉള്ളത്. ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് പണ്ട് കേരളം ആയിരുന്ന സ്ഥലം നമുക്ക് ഇങ്ങോട്ട് പാലക്കാട് എടുത്തിട്ട് ഇവിടെ തമിഴ്നാടിന് വിട്ടുകൊടുത്ത സ്ഥലമാണ്. അപ്പം ഇതിന്റെ ഭൂപ്രകൃതി കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ കിട്ടും പോലെ മഴ കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. നല്ല വെള്ളം. അയ്യോ, മഴ ഒന്ന് ചെറുതായിട്ട് തോന്നിട്ട് വീണ്ടും ഉറക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. മാർത്താണ്ഡത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആ ഫ്ലൈ ഓവർ കയറാതെ, ഇല്ലെങ്കിൽ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുന്നേ ഉണ്ട്. വെജ് റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ വെജ് ഉണ്ട്, നോൺ വെജ് കഴിക്കണമെങ്കിൽ നോൺ വെജ് ഉണ്ട്. നമുക്കിന്ന് വെജ് കഴിക്കാം അല്ലേ? അമ്പലത്തിൽ പോയിട്ട് വരണോണ്ട്. ഇവിടെ നമ്മളിപ്പോ തക്കല കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വന്നു, അഴകിയ മണ്ഡപം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വന്നു. ഇവിടെ ഈ കോൺക്രീറ്റില് ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര നാച്ചുറാലിറ്റി ഉള്ള സാധനങ്ങളാണെല്ലാം. എന്താ, ഡിനോസർ വരെ ഉണ്ട്. നോക്ക്, ഡിനോസർ വരെ ഉണ്ട്. ഈഗിള് കൊള്ളാം. പിന്നെ കാട്ടുപോത്തുണ്ട്, ഒട്ടകം. അടിപൊളി. മഴയുണ്ട്, ഇറങ്ങാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കൊക്ക എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിക്കായിരുന്നു അല്ലേ? നമ്മൾ പോണ്ടിന്റെ സൈഡിൽ വെക്കാൻ വേണ്ടി. ഇപ്പൊ കൊക്ക് വെളി കാണാനില്ല. നമുക്ക് അടുത്ത് വരുമ്പോ നോക്കാം. ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുമ്പോ മാർത്താണ്ഡം കഴിഞ്ഞിട്ടാണ് അഴകിയ മണ്ഡപം എത്തുന്നതിന് മുന്നേ. എന്തായാലും മഴ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് മഴയത്തുള്ള ഡ്രൈവ്. നമ്മൾ മഴ നനഞ്ഞതുമില്ല. എവിടെ? അത് കുമാരകോവിലിന്റെ അപ്പുറത്താണ്. കുമാരകോവിൽ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡില് നമ്മള്
പലപ്പോഴും അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഓഹോ, സമയം നോക്കി ഇരിക്കുകയാണല്ലേ. ഇപ്പൊ എത്തും. നീ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും ഭയങ്കര വിശപ്പ്. നിന്നെക്കാളും വിശന്നാണ് ഞാൻ ഇരിക്കുന്നത്. അതറിഞ്ഞൂടാ. അതുവരെ വിശപ്പിന്റെ കാര്യം പറയണവരെ കുഴപ്പമില്ലായിരുന്നു. വിശപ്പിന്റെ കാര്യം പറഞ്ഞ് നീ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വിശപ്പ് കയറി. അല്ല ഇപ്പൊ എത്തും നീ. പക്ഷെ നീ ഇത്രയും ഷാർപ്പായിട്ട് സമയം നോക്കി ഇരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എത്താറായി. പൊറോട്ട ഹട്ടിൽ പോയി പൊറോട്ടയും വെജ് കറിയും കാണാൻ ചാൻസ് കുറവാണ്. നമുക്ക് വെജ് റെസ്റ്റോറന്റിൽ കയറാം. ഇവിടെ കുറച്ച് ഫ്രണ്ടിലായിട്ട് അതോ ഇരിക്കണണ്ട ഹോട്ടൽ ചിത്ര പ്യൂർ വെജ്. റൈറ്റ് സൈഡിൽ വേണ്ട, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇവിടെ ഇവര് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഓവർ പ്രൈസ്ഡ് ആണ് കുറച്ച്, പക്ഷെ കൊള്ളാം, വലിയ കുഴപ്പമില്ല. ചെറിയ വണ്ടിയൊക്കെയാണ് ഇവിടെ ഇടാം. കണ്ട പാർക്കിംഗ് കണ്ട, ഇവിടെ ഇങ്ങനെ കയറ്റിയിടാം അകത്ത് ലെഫ്റ്റിലോട്ട്. നമുക്ക് നേരെ താഴെ പോയി അത് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് റൈറ്റ് സൈഡ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഴിച്ചിട്ട് വരാം. എന്താ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദോശയാണോ, മീൽസ് ആണോ? താലി മീൽസ് ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും. ഇവിടെ ഇരുന്ന് എന്തിനല്ലേ മെനു പറയണം? അകത്ത് പോയി നോക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, നേരെ അകത്തോട്ട് പോവാം. നല്ല പ്ലേറ്റിൽ വാഴയിലൊക്കെ വിരിച്ചാണ് ഇവർ കൊണ്ടുവന്നത്. നമ്മൾ ബട്ടർ നാനും പനീർ ബട്ടർ മസാലയാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞ ആള് പതുക്കെ കഴിച്ചോണ്ടിരിക്കും. ഓക്കെയാണ്. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ അവിടുന്ന് 2 ബട്ടർ നാൻ നേരത്തെ നമ്മൾ കാണിച്ചല്ലോ അല്ലേ? 2 ബട്ടർ നാൻ, ഒരു പനീർ ബട്ടർ മസാല, ഒരു ചപ്പാത്തി, ഒരു ലൈം ജ്യൂസ്. ഇത്രയാണ് നമ്മൾ 2 പേരും കൂടെ കഴിച്ചത്. 388 രൂപയായി. ഇത് വലിയ എമൗണ്ട് അല്ല, പക്ഷെ അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. ഒരു സിംഗിൾ ചപ്പാത്തിക്ക് 40 രൂപയാണ് അവിടുത്തെ വില. അപ്പൊ അത് വെച്ചിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഫുഡ് വലിയ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ബഹളവും ഇതൊക്കെ ആയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. റെസ്റ്റോറൻറ്റ് നല്ലതാണ്. പിന്നെ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ, കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി നേരെ മാർത്താണ്ഡം ഫ്ലൈ ഓവർ മാർത്താണ്ഡം ഫ്ലൈ ഓവർ കഴിഞ്ഞ് കളിക്കാവള ചെന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പുതിയ ഹൈവേ കൂടെ കയറി പോവാം. ഓക്കെ, സീറ്റ് ബെൽറ്റ് എല്ലാം ഉണ്ടല്ലോ? അപ്പം സഫാരി സ്റ്റാർട്ട്. പോവാം. ഒരു തമിഴ്നാട് ബസ് ഒരു രക്ഷയില്ലാതെ ബാക്കിൽ കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്. എന്തിനാണോ ഇവന്മാർ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇത്രയും റോഡിൽ കിടന്ന് ബഹളം കാണിക്കുന്നത്? ഞാൻ അവനെ പതുക്കെ കയറ്റി വിടാൻ പോകണം. അവൻ പൊട്ട് അതാണ്ട. എന്തിനാണോ ഈ ബഹളം കാണിക്കുന്നത്? റോഡ് നിറച്ച് ഇപ്പൊ ഇപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും, വീഡിയോയിൽ കാണിച്ചത് കണ്ട. റോഡിന്റെ അപ്പുറത്തെ സൈഡ് വരെ അവൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കണ്ടാ ഇവന്മാർ എന്തിനാണോ ഈ പരിപാടി കാണിക്കുന്നത്? ആളുകളെയും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോണ്. അവന്മാർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. റോഡിൽ കിടന്ന് ഈ ബഹളം. പ്രൈവറ്റ് ബസ്സുകാർ കാണിച്ചാലും ഓക്കെ. ചെക്കർ കൈ കാണിച്ച് അവൻ അവിടെ നിർത്തി. ഇനി അവൻ മര്യാദയ്ക്ക് പോകും കേട്ടാ. ഇനിയിപ്പോ ചെക്കർമാർ 2 പേർ കയറി. അപ്പൊ അവൻ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും? ഒരു എമർജൻസി ഇല്ല. റോഡിൽ ഇവന്മാർക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കണം. പക്ഷെ ഓവർടേക്ക് ചെയ്യാനുള്ള സമയവും ഇല്ല, സ്ഥലവും ഇല്ല. ഇവന്മാർ ഈ ഹോൺ അടിച്ച് പേടിപ്പിച്ച് ആളുകളെല്ലാം ഒതുക്കി കൊടുക്കണം. വലിയ കഷ്ടമാണ്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? നമ്മള് പടന്താലും മൂട് അല്ലേ? പടന്താലും മൂട്. കുഴിത്തറ കഴിഞ്ഞല്ലോ നമ്മള്. മാർത്താണ്ഡം കഴിഞ്ഞ് കുഴിത്തറയും കഴിഞ്ഞല്ലേ? അറിഞ്ഞില്ലേ? കുഴിത്തറ എത്തിയപ്പോ നമ്മള് വേറെ എന്തോ സംസാരത്തിലായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ്. നമ്മൾ വന്നത് ഈ റൈറ്റിൽ നിന്നുള്ള റോഡ്, ആ പച്ച ബസ് പോണില്ലേ, ആ റോഡാണ് നമ്മൾ വന്നത്. അതാണ് നെയ്യാറ്റിങ്കര പോകുന്ന റോഡ്. നെയ്യാറ്റിങ്കര വഴി തിരുവനന്തപുരം പോകുന്ന പഴയ ഹൈവേ. അപ്പൊ നമ്മള് ഇതുവഴി ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോയി പുതിയ ഹൈവേയിൽ പോയി ഇറങ്ങാൻ പോകും. അതെ അതെ. അപ്പൊ കന്യാകുമാരി വരെയുള്ള റോഡ്
ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഇങ്ങനെ കന്യാകുമാരി കയറേണ്ടി വരെയുള്ള റോഡ് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മളിപ്പോ പോയി ഇറങ്ങുന്ന അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തമിഴ്നാടാണ്. ഉം. അപ്പൊ അവിടെ ഈ തമിഴ്നാട് ഭാഗത്തും ഒരുപാട് സ്ഥലത്ത് റോഡ് പണി നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കണുണ്ട്. നമുക്ക് വേണമെങ്കിൽ സഫാരിയും കൊണ്ടുപോയി ഒരിക്കൽ അടുത്ത അവിടുത്തെ ഒരു വ്ലോഗ് ചെയ്യാം. ആ, okay. സഫാരി പോവും, ചെറിയ ആ വഴി ആ വഴി കൂടെ പോവും. ചെറിയ കാറുകളൊക്കെ പോകാൻ പാടാണ് അവിടെ. കുറച്ച് നല്ല രീതിയിൽ ഒരു പണി നടക്കണുണ്ട്. അറിഞ്ഞൂടെ, ഇങ്ങനെ മണ്ണുള്ള സ്ഥലമുണ്ട്, മെറ്റൽ ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഈ റോഡിലോട്ട് കയറിയപ്പോ കുറച്ചൊന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓടി വന്നു. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ആ ഫ്രണ്ടിൽ കാണുന്ന ആ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നില്ലേ, അവിടെയാണ്. അതുവഴിയാണ് നമ്മൾ മറ്റേ വലിയ പുതിയ ഹൈവേ പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോണം. ഇവിടെ ഇത് ചെറുവാരക്കോണം അല്ലെ ഈ സ്ഥലത്ത്? ആ, ചെറുവാരക്കോണം ഈ സ്ഥലം. ഇവിടെയൊക്കെ പെട്രോൾ പമ്പ് വന്നു നോക്ക്. പണ്ട് ആരും ഇല്ലായിരുന്ന റൂട്ടാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഉള്ള ആളുകൾ രക്ഷപ്പെട്ടു. അതറിയാമോ? പ്രോപ്പർട്ടി പ്രൈസ് ഒക്കെ എന്ത് മാത്രം മാറിയെന്ന് അറിയാമോ? പെർ സെന്റ് 2000-3000 കിടന്ന വസ്തുക്കളൊക്കെയാണ് ഇപ്പം ഈ റോഡ് ഈ റോഡ് ഈ കിടക്കുന്ന റോഡല്ല, സോറി, ഈ വസ്തു ഇല്ല. നമ്മൾ ഇപ്പൊ ഈ പോണ വഴിയുടെ സൈഡിലുള്ള വസ്തുക്കൾ ഇന്ന് റോഡ് ആക്സസേ ഇല്ലായിരുന്ന വസ്തുക്കളാണ്. അതൊക്കെ ഇപ്പൊ ഇവിടെ വെള്ളമുണ്ട്. അതൊക്കെ ഇപ്പൊ ഹൈവേ ഫ്രണ്ടേജ് ഉള്ള വസ്തുക്കളായി. അപ്പൊ ഇത് കന്യാകുമാരി വരെ ആയാല് നമുക്ക് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള റോഡാവും. അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള റോഡാവും. പക്ഷേ ഈ കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയാണ് 6 ലൈൻ റോഡ്. കഴക്കൂട്ടം കഴിഞ്ഞ് 4 ലൈനാണ് ഇങ്ങോട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ 80-ല് പതുക്കെ പോകും പോലെ പോവാം. ഭയങ്കര വ്യത്യാസം അല്ലേ? കേരളത്തിന് ഭീകരമായ മാറ്റം വന്നു. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ ഉള്ള കേരളവും ഇപ്പൊ ഉള്ള കേരളം വെച്ച് നോക്കി നോക്കുക. അടിപൊളി ഒരു അയ്യപ്പന്റെ വിഗ്രഹം ഇരിക്കണ ആ അമ്പലത്തിന്റെ മുകളില് നല്ല രീതിയിൽ കാണാൻ വേണ്ടി റോഡെ പോകുമ്പോഴേ നല്ല വിസിബിലിറ്റി. ഇവിടെ മൊത്തം കൃഷി സ്ഥലങ്ങളാണ്, കണ്ട. കൺസ്ട്രക്ഷൻ ഒന്നും അത് അധികം ഇല്ല, ഇനി വന്നു തുടങ്ങും. ഇവിടെയൊക്കെ ആളുകൾ വസ്തുക്കൾ വിൽക്കാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട്. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹൈവേയിൽ കയറിയിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് ആണ് ആയത്. 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇപ്പൊ എവിടെ എത്തി? ഏകദേശം കാഞ്ഞിരംകുളത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്തൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് വിഴിഞ്ഞെത്താൻ പറ്റും. അപ്പൊ ഈ ഹൈവേയുടെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. എപ്പോഴും വണ്ടി ഒരു 70, 80, 90 ഇങ്ങനെ മെയിൻറ്റെയിൻ ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എല്ലാ വണ്ടികളും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് ബാലരാമപുരം കയറി അവിടെ നിന്ന് നേരെ പോവാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.